പേര് അനീഷ് എന്നാണ്. വീട് വരുന്നത് രാമനാട്ടുകരയാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ഒരു അതിർത്തി ഗ്രാമമാണ്. അപ്പോൾ ഈ ഒരു നാട്ടിൽ നിന്നുകൊണ്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന മാതിരി പഠിക്കുക പഠിക്കുക പഠിക്കുക, പഠിച്ചൊരു ജോലി നേടുക. ജോലി നേടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിവാഹം കഴിക്കുക, അങ്ങനെ ഒരു കുടുംബമായിട്ട് ജീവിക്കുക. ആ ലെവലിൽ പോകുവാൻ വേണ്ടി തീരുമാനിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ പഠിച്ച സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഫാദർ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഫാദർ നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ വീടിന്റെ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടി. അങ്ങനെ എന്ത് ചെയ്തു? പഠിത്തത്തിന്റെ കൂടെ ജോലിയുമായി. കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിഗ്രി കഴിഞ്ഞു. പി ജിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പഠിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടും സാമ്പത്തികം ബുദ്ധിമുട്ടായത് കൊണ്ടും പി ജിക്ക് അവിടെ കയറി നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ എന്ത് ചെയ്തു? BPO വർക്ക് ഉണ്ട്, നമ്മുടെ ബിസിനസ് പ്രോസസ്സിംഗ് ആൻഡ് ഔട്ട്സോഴ്സിങ്. വിദേശ രാജ്യങ്ങളിലെ ഒരു വർക്കാണ്. അതായത് പല രാജ്യങ്ങളിലും ഉണ്ടാവുന്ന ബുക്സുകളെ, പല ബുക്സുകളും ചെതിലടിച്ചിട്ടൊക്കെ നഷ്ടപ്പെടുമല്ലോ. അപ്പൊ ആ ബുക്സിനെ റീക്രിയേറ്റ് ചെയ്യാം ഡിജിറ്റലായിട്ട്. അങ്ങനെ ചെയ്യുന്നൊരു വർക്കായിരുന്നു. അത് കുറെ കാലം ചെയ്തു. അങ്ങനെ കുഴപ്പമില്ലാതെ ജീവിക്കുമ്പോഴാണ് ആ ഒരു ജോലിയിൽ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഇപ്പം നമ്മൾ പല ആളുകളും പല മേഖലയിൽ വർക്ക് ചെയ്യുന്നതിന് ഉദ്ദേശം എന്താ? നമുക്കൊരു മാനസിക സംതൃപ്തി എവിടെ നിന്ന് കിട്ടുന്നോ ആ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടി ആത്മാർത്ഥമായി കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യം ചെയ്ത ജോലിയിൽ കുഴപ്പമില്ലാത്ത ഒരു വരുമാനം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒറ്റത്തടി പരമസുഖം എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ കുടുംബത്തിന്റെ കാര്യം എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ എനിക്ക് ആ ഒരു ജോലി ഒരു കംഫർട്ടായിട്ട് തോന്നിയില്ല. ആ ജോലി ഞാൻ റിസൈൻ ചെയ്തു. ആ റിസൈൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു? KSFE-ന്റെ ലോണ് കറക്റ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട് കോഴിക്കോട് വെസ്റ്റിൽ ബ്രാഞ്ചിലുള്ള KSFE ഓഫീസിൽ നിന്ന് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് ലോണ് കൊടുക്കുന്ന ഒരു പുതിയ രീതി അന്ന് അവർ തുടങ്ങിയിരുന്നു. അപ്പൊ അതിന്റെ ഒരു മെയിൻ ആളായിട്ട് അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ കുറെ ലോണുകളൊക്കെ ചെയ്യാൻ പറ്റി. കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പഠിച്ച മേഖലയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഡിഗ്രി BCom ആണ്. BCom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് മേഖലയിലേക്കാണ് ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യത ഉള്ളത്. പക്ഷേ അക്കൗണ്ടിങ് മേഖലയിൽ ഒരു ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്ത് ജീവിക്കാൻ പറ്റിയതും ഏറ്റവും കൂടുതൽ ആളുകളെ കാണുവാനും പറ്റിയൊരു മേഖല മാർക്കറ്റിംഗ് മേഖലയാണ്. അങ്ങനെ KSFE-ന്റെ ആ വിഭാഗത്തിൽ വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്ത സമയത്താണ് അവിടെ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയി തോന്നുന്നില്ല. അങ്ങനെ ഞാൻ നേരെ എന്ത് ചെയ്തു? കമ്പ്യൂട്ടറിന്റെ സെയിൽസും സർവീസും. അപ്പൊ സെയിൽസിൽ എനിക്ക് അത്ര ആഗ്രഹം അല്ലായിരുന്നു. പക്ഷെ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കാനും കമ്പ്യൂട്ടർ എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, ലാപ്ടോപ്പ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ കോഴിക്കോട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു. അവിടെ കുറച്ചു കാലം നിന്നു. പിന്നെയാണ് ഞാൻ വിചാരിച്ച പഠിച്ച മേഖല ഡിഗ്രി മേഖലയാണല്ലോ ഞാൻ പഠിച്ചത്, BCom. അപ്പൊ ആ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ അറിയണമല്ലോ. കാരണം നമ്മൾ പഠിച്ച മേഖലയിൽ എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കൂടെ വർക്ക് ചെയ്തു. ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കൂടെ വർക്ക് ചെയ്താലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അദ്ദേഹം സാലറി ആയിട്ടൊന്നും തരില്ല, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുള്ളൂ. അതും ചെറിയ പൈസകളൊക്കെ തരുള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു. അങ്ങനെ ഓഡിറ്റിംഗ് ആയിട്ട് പല ഷോറൂമുകളിലും, നമ്മളെ കോഴിക്കോട് ജില്ലയിലെ പല കമ്പനിയുടെ ഷോറൂമുകളിലും വണ്ടിയുടെ വെരിഫിക്കേഷനും വണ്ടീന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മാറി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ICICI ബാങ്കിൽ എനിക്ക് ജോലി കിട്ടിയത്. ICICI ബാങ്ക് കോഴിക്കോട് YMCA ബ്രാഞ്ചിലെ ലോൺ സെക്ഷനിലായിരുന്നു. അവിടെ കുഴപ്പമില്ലാതെ ജീവിക്കുമ്പോഴാണ് ഇതിന്റെ പാരന്റ് കമ്പനിയിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. അങ്ങനെ ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോഴും ഈ ഒരു മേഖലയിൽ നിയമമില്ലാത്തതിന്റെ ഭാഗമായിട്ട് മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ 2010 കാലഘട്ടത്തിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് എന്ന ആശയത്തോടു കൂടി റെഡിമെയ്ഡ് ബിസിനസ് ആരംഭിച്ചു. അങ്ങനെ ആ ഒരു ബിസിനസ്സിലാണ് യഥാർത്ഥത്തിൽ എൻ്റെ യഥാർത്ഥ വളർച്ച വരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതിനെ കൊണ്ട് എനിക്ക് 100% അതിൽ സാറ്റിസ്ഫൈഡ് എഫേർട്ട് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ എൻ്റെ സ്വന്തം ബിസിനസ് എന്ന രീതിയിൽ റെഡിമെയ്ഡ് ബിസിനസ്സിലേക്ക് ഞാൻ മാറിയപ്പോൾ പിന്നെ കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉള്ള മേഖലയാണ്. എഫേർട്ട് ഇട്ടാൽ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ ചില സമയത്ത് നമ്മുടെ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്ന മാതിരി നമ്മൾ ചില സമയത്ത് ചാകര കിട്ടും, ചില സമയത്ത് ഒന്നും കിട്ടൂല. ആ ലെവലിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് ബിസിനസിന്റെ ആധികാരികമായ എല്ലാ കാര്യങ്ങളും പഠിച്ചു. പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെറിയ രീതിയിൽ ബിസിനസ് ആരംഭിച്ചു. കാസർഗോഡ് മുതൽ എറണാകുളം വരെ എന്ത് ചെയ്തു? അതിന്റെ ഡീലർഷിപ്പിനുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷനും എല്ലാം ഞങ്ങൾ തന്നെയായിരുന്നു. ഞാനും നമ്മുടെ സുഹൃത്ത് രജിസ്ട്രാറും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്ന സമയത്താണ് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ ബെൽനിസാർ ഒരു
അവിടെ കോഴിക്കോടേക്ക് ഉള്ള ടൈമിൽ വിളിച്ചു. എടാ നീ എവിടെയാ ഉള്ളത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് പറഞ്ഞു. ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നമ്മുടെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഷെയർ ചെയ്തപ്പോൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്ക് ഇനി വരില്ല എന്ന് ശപഥം എടുത്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്താന്ന് വെച്ചാൽ പാരന്റ് കമ്പനിയിൽ ഞാൻ നല്ല രീതിയിൽ പെർഫോമർ ആയിരുന്നു, കുഴപ്പമില്ലാതെ ജീവിച്ചിരുന്നു. എന്നാലും ഈ കൺസെപ്റ്റ് നല്ലതാണ്. ഈ കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് റെഡിമെയ്ഡ് ബിസിനസ് ആരംഭിക്കാൻ പറ്റിയത്. കാരണം ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ, ജോബ് എന്ന് പറഞ്ഞാൽ ജോയിൻ അതേഴ്സ് ബിസിനസ് എന്നാണ്. പക്ഷെ നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിൽ കയറി ചെന്ന ഏതൊരാൾക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുവാനുള്ള ഒരു ആശയം വരും. അന്ന് എൻ്റെ കൂടെ പാരന്റ് കമ്പനി ബിസിനസ് ചെയ്യാനൊരു ധൈര്യം കൊടുത്തത് ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വന്നതിന് ശേഷം പല ആളുകൾക്കും. അപ്പൊ എന്നെ ശ്രമിക്കുന്ന ഏകദേശം 82 8 90 ആളുകളുണ്ട്. ഈ 90 ആളുകൾ അങ്ങനത്തെ കാറ്റഗറിയാണെന്ന് എനിക്കറിയില്ല. കാരണം പല ആളുകളുടെയും വീഡിയോ ഓഫാണ്. പല ആളുകളും ഞാൻ നേരിട്ട് പരിചയമുള്ളതാവാം, പരിചയമില്ലാത്തതാവാം. അപ്പോ ഡയറക്ട് സെല്ലിങ്ങിൽ വന്നതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഈ ഒരു ബിസിനസ്സിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോ ചെയ്യാൻ കഴിയാം. മറ്റെല്ലാ സ്ഥലത്തും നമ്മൾ ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്കി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ 100% എഫർട്ട് ഇടും. കാരണം നമ്മൾ മലപ്പുറം ജില്ലയിലെ ആൾക്കാരുടെ പ്രത്യേകം എന്താ, ഞാൻ അതിർത്തി ആയതുകൊണ്ട് കോഴിക്കോടും പറയാം മലപ്പുറം പറയാം. 18 വയസ്സ് കഴിഞ്ഞാൽ നേരെ ഗൾഫ് പോകണം എന്നാണ്. ഗൾഫിനെ കൊണ്ടുപോകും. ഇനി പഠിച്ചാലും ശരി പഠിച്ചില്ലെങ്കിൽ ശരി നമ്മളെ വേണ്ടപ്പെട്ടവരെന്ത് ചെയ്യും, അവർ വിസ നിനക്ക് അയച്ചിട്ടുണ്ട് കയറി പോയി അറിയും. അപ്പോ നമ്മളെ സംബന്ധിച്ച് ആ ഗൾഫിലേക്ക് പോകും. പണ്ട് കാലത്തൊക്കെ പോവാണെങ്കിൽ വിസയ്ക്ക് നല്ല പൈസ കൊടുക്കുമായിരുന്നു. 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വിസയ്ക്ക് പൈസ കൊടുത്തിട്ടാണ് പോവാറ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച ജോലി അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പിടിച്ചു നിൽക്കും. ആ പൈസ മുതലാവാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് പല ആളുകളുടെയും കെട്ടുതാലി വരെ പണയം വെച്ചിട്ടാവും നമ്മൾ പോയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പൈസയെങ്കിലും എനിക്ക് 2 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയിട്ട് തിരിച്ച് അവർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, എത്ര വേണമെങ്കിലും കഷ്ടപ്പെടും. പക്ഷെ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ എല്ലാവരും വരുമ്പോൾ നമ്മൾ നല്ല ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ എല്ലാവരും എഫേർട്ട് ഇടുന്നില്ല. നമ്മൾ എഫേർട്ട് അവിടെ ഇടുന്ന അതേമാതിരി ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2 കൊല്ലം കൊണ്ട് തന്നെ വലിയ നേട്ടങ്ങൾ നമുക്ക് ഇതിൽ കൂടി ഉണ്ടാക്കാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു മേഖലയാണിത്. കാരണം ഞാൻ മാത്രമല്ല, എന്റെ മുന്നിൽ പോയ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. നമ്മുടെ ബെല്ലി സാർ ആയിക്കോട്ടെ, വിജി സാർ ആയിക്കോട്ടെ, ശൈലേഷ് സാർ ആയിക്കോട്ടെ, എന്തിന് പറയുന്നത് ബ്രാൻഡ് ന്യൂ ആയിട്ട് ശ്രീധരൻ പള്ളി സാർ ആയിക്കോട്ടെ, ഇവരിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. കാരണം ഇപ്പോൾ അവരെന്ത് ചെയ്യാണ്, പെർഫോമറാണ്. ഇവർ സ്റ്റാർട്ടിങ് കാലത്ത് ഇവരുടെ രീതികളും ഇവരുടെ കുറെ അബദ്ധങ്ങളും ഒക്കെ നേരിട്ട് കണ്ട് വളർന്ന വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ എന്റെ റെഡിമെയ്ഡ് ബിസിനസ് ഒരിക്കലും ഒഴിവാക്കാൻ തയ്യാറായി വന്ന വ്യക്തിയല്ല. 2015 കാലഘട്ടത്തിലാണ് ബെല്ലി സാർ എനിക്ക് ഈ അവസരം പറഞ്ഞു തരുന്നെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ഒരു ഉൽപ്പന്നം വാങ്ങിയിട്ട് ഐഡിയ ആക്ടിവേഷൻ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അതായത് എനിക്ക് വേണ്ടി ഒരു ഉൽപ്പന്നം പോലും ഞാൻ സെലക്ട് ചെയ്തില്ല. അദ്ദേഹം എന്താണോ എനിക്ക് തന്നത് ആ പ്രൊഡക്റ്റ് നേരെ വാങ്ങി വീട്ടിൽ കട്ടിന്റെ ചോട്ട് കൊണ്ടുവച്ച വ്യക്തിയാണ് ഞാൻ. പിന്നെ അദ്ദേഹം പല ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും വേണ്ടി ക്ഷണിക്കുമ്പോൾ നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്ന ആളാ. കാരണം ഇതിൽ എന്നെ ശ്രമിക്കുന്ന കുറെ ആൾക്കാരിൽ ഒരാൾക്കാരൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അദ്ദേഹം ഒരുപാട് ഫോളോ അപ്പ്. അദ്ദേഹത്തിന്റെ ഓരോ വിളിയിലും നമ്മളോടൊരു ദേഷ്യം പോലും ഇല്ലാതെ ശാന്ത സ്വരൂപനായിട്ട് അദ്ദേഹം ചെയ്യും, സാറേ ഇന്ന് കോഴിക്കോട് ഞാനുണ്ട്, എവിടെ കാണാൻ പറ്റാ, നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, ഒന്ന് പറ്റുമോ, ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് പോവാം. അങ്ങനെ കുറേ വിളിക്കും. അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കേരളത്തിൽ കാസർഗോഡ് മുതൽ എറണാകുളം വരെ ഞാൻ നേരിട്ട് ഡിസ്ട്രിബ്യൂഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് ഓടുന്നത് കൊണ്ട് ഞാൻ ചിലപ്പോൾ കോഴിക്കോട് ഉണ്ടെങ്കിലും അദ്ദേഹത്തിനോട് കള്ളത്തരം പറയും. സാറേ ഞാൻ കാസർഗോഡുള്ളത്, സാറേ ഞാൻ കണ്ണൂരാണുള്ളതെന്ന് പറയും, കള്ളത്തരം പറയും. പക്ഷെ ഒരു ദിവസം നമുക്കറിയാം, നമ്മളെ ആത്മാർത്ഥമായിട്ട് ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ദൈവം എന്നൊരു വ്യക്തി മുകളിലുണ്ട്. ദൈവവിശ്വാസമുള്ളവരാണ് എല്ലാവരും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവം എന്നൊരു വ്യക്തി നമുക്ക് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പല സമയത്തും അവസരങ്ങൾ കാണിച്ചു തരും. ഭാര്യ നമ്മളെ കോഴിക്കോട് മലബാർ ഗോൾഡിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരാളെ വെയിറ്റ് ചെയ്യുന്ന മാതിരി നിൽക്കുന്നത് കണ്ടു. അപ്പൊ ഞാനും രവി സാറും മാഡത്തിന്റെ അടുത്തേക്ക് പോയി. സ്നിഗ്ധ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഞാൻ അവര് നല്ല ബന്ധമുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു, സ്നിഗ്ധ എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞു, ഞാൻ ബെല്ലേട്ടനെ കാത്തു നിൽക്കുകയാണ് അനീഷെ. നിങ്ങളെ ഒക്കെ ബെല്ലേട്ടൻ ഇങ്ങനെ വിളിക്കാറുണ്ടല്ലോ, നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത്, നിങ്ങൾ പല സ്ഥലത്താണ് കള്ളത്തരം പറയുന്നത്. അപ്പൊ ഞങ്ങൾ പറയും, ഇങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിന്റെ ഭാഗമായിട്ടാണ് ആ സമയത്ത് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അവര് പറഞ്ഞത്, കുറച്ചേ നിൽക്കുക, ഏതായാലും ഇവിടെ വരെ എനിക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടിയല്ലോ, അപ്പൊ വെള്ളിയേട്ടൻ വരുന്നവരെ ഞങ്ങൾ ഇവിടെ നിന്നോളി, നമുക്ക് വർത്താനം പറയാലോ പറഞ്ഞിട്ട് ഞങ്ങൾ കുറെ കാര്യങ്ങൾ, ഫാമിലി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് നിന്ന് കഴിയുമ്പോഴാണ് ബെല്ലി സാർ അവിടെ വരുന്നത്.
ബെല്ലി സാറ് വന്നപ്പോ നേരെ കാറിലേക്ക് എടാ കയറി നമുക്ക് ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സ്ഥിരം പല്ലവി ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്തു കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ആധികാരികമായിട്ട് പറഞ്ഞു. അപ്പൊ കുറച്ച് കാര്യങ്ങൾ തലയിൽ കയറി. അപ്പൊ അനീഷ് സാർ കോഴിക്കോട് ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്നുണ്ട്. അന്ന് അനീഷ് സാറൊക്കെ നമുക്കറിയാം നമ്മുടെ തമിഴ്നാട്ടിൽ പോയി നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന മാതിരിയാ. തമിഴ്നാട്ടിൽ നമ്മൾ സാധനങ്ങൾ കോയമ്പത്തൂരൊക്കെ പ്രത്യേകിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയി എങ്ങനെയാ പോകുമ്പോ കൈവീശി പോവും, വരുമ്പോ രണ്ട് കയ്യിൽ സാധനങ്ങളൊക്കെ ഏറ്റവും വരാം. കാരണം ഇലക്ട്രോണിക് സാധനങ്ങൾ, ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറവാണ്. അതേമാതിരി അനീസ് സാർ ഒരു കയ്യില് ബാഗ് കാര്യങ്ങളുണ്ടാവും, മറ്റൊരു കയ്യില് ലാപ്ടോപ്പ് പ്രൊജക്ടർ ഒക്കെ ആയിട്ട് രണ്ട് സഞ്ചിയായിട്ട് ഇങ്ങനെ വരുന്നു. അവിടെ ഒരു നളന്തയിൽ നമ്മളിപ്പോ റെസ്റ്റോറന്റ് ഉള്ള നേരെ മുകളിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് അദ്ദേഹം ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട്, അതായത് ഇന്ന് നമ്മളൊരു ജി ടി എസിൽ കേൾക്കുന്നത് 40 മിനിറ്റ് കൊണ്ടാണ് ജി ടി എസ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അന്ന് ഒരു മണിക്കൂർ കൊണ്ടാണ് അദ്ദേഹം ഈ ബിസിനസ് സംസാരിക്കുന്നത്. അത് മാത്രല്ല, ഈ ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ആകെ 20%. ബാക്കി 80% അദ്ദേഹം സംസാരിക്കുന്നത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടതും അസുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അനീസ് സാർ അന്ന് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ മുൻപേ ചെയ്ത മേഖലയുമായി ഒരു ബന്ധവുമില്ലാത്തതാണല്ലോ ദൈവമേ ഇപ്പൊ ഞാൻ കേൾക്കുന്നത്. കാരണം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം അവിടെ സംസാരിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം നേരം വൈകി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന്റെ പ്രശ്നം വരും. നേരത്തെ ഫാത്തിമ മാഡം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. നെഞ്ചിരിച്ചില് വയറ്റിക്കാഴ്ച ഗ്യാസ് പുണ്ണ് പോലെ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പല്ല് പുളിപ്പുണ്ടെങ്കിൽ പല്ലുവേദന വരും. അതേമാതിരി നമുക്ക് കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇതൊക്കെ അദ്ദേഹം ആധികാരികമായിട്ട് സംസാരിച്ചപ്പോ ഈ ഉൽപ്പന്നങ്ങൾ നല്ലതാന്ന് മനസ്സിലാക്കി. എന്നാലും പേടി. കാരണം ഇത് അഥവാ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാലോ? കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാലും എത്ര വേണ്ടപ്പെട്ടവരായാലും പറയുമ്പോൾ അതിലെന്തോ ബുദ്ധിമുട്ടുണ്ടോ എന്ന് തോന്നും. അങ്ങനെ ചെയ്യാതിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കണ്ടംകുളത്ത് ഏലാതി ലേഹ്യത്തിനും ക്യാൻഡിക്കും ആയുഷിന്റെ അംഗീകാരം കിട്ടിയൊരു വാർത്ത നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ വന്നത്. ആ ഒരു വാർത്ത കേട്ടപ്പോൾ മനസ്സിലായി, ഇത് ആധികാരികമായിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് നല്ലൊരു ഉൽപ്പന്നമാണ്. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ പേപ്പർ കട്ടിങ് ഉണ്ട് ഡിയർ ഫ്രണ്ട്സ്. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇതിപ്പോ എത്ര നല്ല കമ്പനി എന്ന് പറഞ്ഞാലും എനിക്ക് പേടിയായിരുന്നു. കാരണം റെഡിമെയ്ഡ് ബിസിനസ്സിൽ ഞാൻ അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട്, ബിസിനസ് കയറ്റി കൊണ്ടുവരുന്നുണ്ട്, നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ തിരിച്ച് ഈ ഒരു മേഖലയെ കുറിച്ച് ഞാൻ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ പായിപ്പിക്കും. കാരണം അതുവരെ ഞാൻ എന്ത് ചെയ്ത് ഉണ്ടാക്കി വന്ന വലിയൊരു ബ്രാൻഡിങ് ഉണ്ട്. ഒരു റെഡിമെയ്ഡ് ബിസിനസിന്റെ സ്ഥാപകനും ഫൗണ്ടറൊക്കെ ആയി നിൽക്കുന്ന ഒരാൾ. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ വളരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ എന്തായാലും കണ്ടംകുളത്തിന്റെ ഈ വാർത്ത കേട്ടപ്പോൾ ആ കട്ടിങ് ഒക്കെ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ കുറെ ആളുകൾക്ക് നമ്മുടെ ഉൽപ്പന്നത്തെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തു. ഞാൻ തന്നെ ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് നോക്കി. ആദ്യം ഉപയോഗിച്ച ഉൽപ്പന്നമാണ് നമ്മുടെ കവചപ്രാശം. കവചപ്രാശം ഞാൻ കൃത്യമായിട്ട് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നിലവിൽ ഞാനൊരു ആസ്മയുടെ ബുദ്ധിമുട്ടുള്ള ആളാണ്. കാരണം ഈ പൊടികൾ ധാരാളം തട്ടിക്കഴിഞ്ഞാൽ, ഈ ഫാക്ടറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മൈന്യൂട്ടായ കുറെ പൊടികളുണ്ട്, നമ്മൾ അറിയില്ലേ ശ്വസിക്കുമ്പോൾ. പണ്ടൊക്കെ മാസ്ക് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ബാക്ക് വരെ കെട്ടുന്ന സാധനം. കൊറോണയ്ക്ക് ശേഷമാണ് മാസ്ക് എന്ത് ചെയ്തത് ഒന്നും കൂടി ഇന്ന് സുതാര്യവൽക്കരിച്ച് ഇവിടെ ഒരു ഇലാസ്റ്റിക് ചെവിയുമിൽ തട്ടുന്ന രീതിയിൽ. അപ്പൊ മാസ്ക് ഇട്ടിട്ട് നമുക്ക് ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ ഒരു കവചപ്രാശം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകുമോ എന്ന് വെല്ലി സാറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കഴിച്ചോക്കണം നല്ല മാറ്റം ഉണ്ടാവുന്ന അറിയും, സാധാരണ ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്ന രീതിയിൽ. അങ്ങനെ അദ്ദേഹം പറഞ്ഞ രീതിയിൽ കഴിക്കാൻ തയ്യാറായി. ഉപയോഗിച്ചു നോക്കിയപ്പോൾ നല്ല മാറ്റം കിട്ടി. അപ്പൊ നമ്മളെല്ലാവരും അത് ഗുണം കിട്ടിയോ അല്ലെ ദോഷമാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് പരീക്ഷിച്ചു നോക്കും. നമ്മൾ മലയാളികളാണല്ലോ, എന്തിനും ആദ്യം ചെയ്യും എതിർക്കുന്ന ആൾക്കാരാണ്. നല്ലതിനെ നല്ലതാണെന്ന് പറയാൻ കുറച്ച് സമയമെടുക്കും. അപ്പോ ഞാനും എന്ത് ചെയ്തു, ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് എന്തെങ്കിലും എനിക്ക് മാറ്റം കിട്ടിയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻഹേലർ വലിക്കുന്നത് 2 നേരമാണ് വലിക്കാറുള്ളത്, രാവിലെയും രാത്രിയും. അപ്പൊ രാവിലത്തെ ആ വലിയ ഞാൻ ഒന്ന് ഒഴിവാക്കി വെക്കും, എന്തെങ്കിലും മാറ്റങ്ങൾ ഇത് അതിന്റെ കാണുന്നുണ്ടോ അറിയാൻ വേണ്ടി. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, സന്തോഷമെന്ന് പറയട്ടെ, രാവിലെ വലിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു സാധാരണഗതിയിൽ. പക്ഷെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് രാവിലെ ഇൻഹേലർ വലിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് നടക്കാൻ ശ്വാസം ബ്രീത്തിങ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എടാ ഇത് എന്തായാലും 1 മാസം ഉപയോഗിക്കരുത്, മിനിമം ഒരു 3 മുതൽ 6 മാസം വരെ കഴിച്ചോ.
അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് കൃത്യമായിട്ട് കഴിച്ചു. ഡിയർ ഫ്രണ്ട്സ്, ആ ഒരു വിശ്വാസമാണ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ കാരണം. അല്ലാതെ ആഴ്ചയിൽ 2,10,000 അല്ലെങ്കിൽ മാസം 8,40,000 കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തലയിൽ കയറൂല. പൈസക്ക് ആവശ്യക്കാരനാണ് ഞാൻ തന്നെ. പക്ഷെ പൈസക്ക് ആവശ്യക്കാരനാണെങ്കിലും നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നിന്ന് 100% സാറ്റിസ്ഫൈഡ് ആവാതെ നമ്മൾ സാധനം ഒരാളോട് പറയാൻ പറ്റില്ല. അപ്പൊ എന്നെ ശ്രവിക്കുന്ന പല ആളുകളും വിചാരിക്കുന്നുണ്ടാവും, സാറേ ഞാനിതൊന്നും വിശ്വസിച്ച് വന്നല്ല, വരുമാനം കിട്ടുമെന്ന് വിചാരിച്ചു വന്നതാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ വരുമാനം കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും. അപ്പോ നമുക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ, കാരണം ടീം വരുമോ ഇല്ലയോ രണ്ടാമത്തെ ഘടകമാണ്. പല ആളുകളും പറയും, സാറേ എനിക്ക് 2 ആൾ കിട്ടുന്നില്ല, സാറേ എന്റെ കൂടെ ടീം ആരും നിൽക്കുന്നില്ല. അങ്ങനെ പല ആളുകളും പറയും. കാരണം പല ആളുകളും പറയാനുള്ള കാരണം, ഒന്ന് അവരുടെ അറിവില്ലായ്മ, ഒന്ന് അവരുടെ എക്സ്പീരിയൻസ് കുറവാണ്. അപ്പോ നമുക്ക് ഒരു വിശ്വാസം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ കമ്പനി 2,10,000 നമ്മൾ പ്രവർത്തിച്ച 17,50,000 BV 2 ബ്രാഞ്ചിലും കയറ്റി കഴിഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാണ് കമ്പനി. പക്ഷെ ഇന്നേ വരെ കമ്പനീന്റെ ഒരാളെ പോലും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ട ആൾക്കാരൊക്കെയാ നമുക്ക് വേണ്ടപ്പെട്ട അമ്മാന്റെ മകന്, അനിയൻ, ഏട്ടൻ, ഇവരിൽ കൂടിയാണ് നമ്മൾ കമ്പനി കാണുന്നത്. പ്രവീൺ ജെ ചന്ദ് എന്നൊരു വലിയൊരു മനുഷ്യണ്ട്, അയാൾ ഇതുവരെ ഞാൻ കണ്ടില്ല. അപ്പൊ നിങ്ങളൊക്കെ ഒരവസ്ഥ, നമ്മൾ ഫോട്ടോയിൽ കണ്ടിട്ട് മോഹൻലാൽ ഉണ്ട്, മമ്മൂട്ടി ഉണ്ട്, അതേമാതിരി പഴയ നടന്മാരൊക്കെ ഉണ്ട്, നമ്മൾ ഫോട്ടോയിൽ കണ്ടിട്ട്, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വിശ്വാസമാണ്. അങ്ങനെ ഉൽപ്പന്നത്തിന്റെ മുകളിലൊരു വിശ്വാസം വന്നപ്പോ, വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ പോലെ, ഞാൻ ഉൽപ്പന്നത്തെ കുറിച്ച് ആളുകളോട് സംസാരിക്കാൻ തുടങ്ങി. ആളുകളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ആളുകൾക്ക് മനസ്സിലായി ഇവന്റെ കയ്യിൽ എന്തോ ഒരു ഉൽപ്പന്നമുണ്ട്. ആരോടും ബിസിനസ് സംസാരിക്കാൻ തയ്യാറായില്ല തുടക്കകാലത്ത്. അങ്ങനെ 2016 കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, നോട്ട് നിരോധനം വന്നു. നോട്ട് നിരോധനം വന്ന ടൈമിലാണ് സാധാരണ ട്രഡീഷണൽ ബിസിനസ് ചെയ്ത ആളുകൾ ഇതിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ വന്ന സമയമായിരുന്നു നോട്ട് നിരോധനം വന്ന സമയത്ത്. അപ്പൊ ആ ഒരു സമയത്തും വലിയ ബുദ്ധിമുട്ടായി. പല ആളുകളുടെയും ഫണ്ട് വാങ്ങിയിട്ട്, പഴയ നോട്ട് വാങ്ങിയിട്ട് പുതിയ നോട്ടാക്കി കൊടുക്കുന്ന ലെവലിൽ കുറെ ആളുകൾ പൈസ വാങ്ങിയിട്ട് എന്ത് ചെയ്തു, ഞാൻ എന്റെ റെഡിമെയ്ഡ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ ഇവരോടൊക്കെ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, പെട്ടെന്ന് തിരിച്ചു ചോദിക്കരുതെന്ന്. കാരണം ഇവർക്ക് ആ പൈസ മാറ്റി കൊടുത്താണല്ലോ നമ്മള്. പക്ഷെ ഈ ആളുകളൊക്കെ തിരിച്ചു ചോദിക്കാൻ പെട്ടെന്ന് തന്നെ തുടങ്ങി. കാരണം ഡിസംബർ മാസമാണ് അന്ന് ഗവൺമെന്റ് പറഞ്ഞത് അവസാനത്തോടെ നിങ്ങളെ കയ്യിൽ എല്ലാ പൈസയും മാറ്റാന്ന്. ഡിസംബറോട് കൂടി എല്ലാ പൈസയും മാറ്റി. പക്ഷെ ഇവരോട് ഞങ്ങൾ പറഞ്ഞത് ഒരു 6 മാസം കഴിഞ്ഞിട്ടേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇവരൊക്കെ ജനുവരി മുതൽ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ബിസിനസ് ആണെങ്കിൽ അവിടെ കയറുന്നുമില്ല. കാരണം സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ വരല്ലേ. അങ്ങനെ പതുക്കെ പതുക്കെ ഇവര് ചോദിച്ച് പൈസ കൊടുക്കുവാൻ വേണ്ടി പലിശക്കാരോട് പൈസ വാങ്ങി കൊടുത്തു. യെസ്. അപ്പൊ KGF ചാപ്റ്റർ 2 തുടങ്ങിയെന്ന് മുതൽ എന്ത് ചെയ്തു, നമ്മളെ ദുർഘടങ്ങൾ അവിടെ ആരംഭിച്ചു തുടങ്ങി. പിന്നെ നോട്ട് നിരോധനം പോലെ തന്നെയായിരുന്നു 2017 എന്ത് വന്നു, GST വന്നിരുന്നു. അപ്പോഴും പല മേഖലയും നല്ല സ്ട്രഗിൾ ചെയ്തു. അതായത് ചെരുപ്പിന്റെ നിർമ്മാണ യൂണിറ്റ് ഒക്കെ എന്ത് ചെയ്തു, അവർക്കൊക്കെ ആ GST മാറുമ്പോൾ വലിയ നഷ്ടം കൂടിയായിരുന്നു. അങ്ങനെ വരുമ്പോ 2018 എന്ത് ചെയ്തു, പ്രളയം വന്നു. 2019 അതേമാതിരി ഒക്കെ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ ഗ്രേ ലീഡർ അനീസ് സാറോടെയും ബെല്ലി സാറേയും കൂട്ടിയിരുത്തിട്ട് ഞാനൊരു കാര്യം ചോദിച്ചു, സാറേ ഈ ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടുമോ? ഇപ്പൊ നിങ്ങളിൽ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും, ഞാനിപ്പോ ഇത് ചെയ്താൽ രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ എന്റെ കുറച്ച് സമയം, എന്റെ വിലപ്പെട്ട വയസ്സ് ഓരോ വർഷം കൂടി വരും. ഇപ്പൊ ഞാൻ 2024 ജനുവരിയിൽ ശബ്ദം എടുത്തിരുന്നു, ഈ വർഷം ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതൊക്കെ നേടണം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ആ സ്വപ്നങ്ങളിൽ കുറച്ചൊക്കെ നേടിയിട്ടുണ്ട്, എന്നാലും ബാലൻസ് ആണ്, 3/4 ബാലൻസ് ആണ്. ഒരു വർഷം പോയത് നമ്മൾ അറിഞ്ഞില്ല, 12 മാസം എവിടെ പോയി നമ്മൾ അറിയില്ല. ഓരോ വർഷം വളരെ സ്പീഡ് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബെല്ലി സാറോട് അനീസ് സാറോട് ചോദിച്ചു, ഈ ബിസിനസ് ചെയ്ത് രക്ഷപ്പെടുമോ എന്ന്. അപ്പൊ അനീസ് സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഒന്ന് ഇരിക്കി, നിലവിൽ നിങ്ങളുടെ ബാധ്യത എത്ര ഉണ്ട്? ആദ്യം അതാ ചോദിച്ചേ. ഞാൻ പറഞ്ഞു കുറച്ച് ബാധ്യത ഉണ്ട് പറഞ്ഞു. നിങ്ങൾ മേഖലയുമായി നിങ്ങൾക്ക് എത്ര പൈസ തിരിച്ചിങ്ങോട്ട് കിട്ടാനുണ്ട്? ഞാൻ പറഞ്ഞു ഇത്ര രൂപ കിട്ടാനുണ്ട്. ഇനി ഈ ബിസിനസ് 10 കൊല്ലം കൂടി നിങ്ങൾ ചെയ്ത് നിങ്ങൾ എന്തുണ്ടാക്കൂ? ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോ ചെയ്യുന്ന മേഖലയിൽ അടുത്തൊരു 10 കൊല്ലം കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും? കണക്കുകൾ കൊണ്ട് അദ്ദേഹം എഴുതി വരച്ച് കാണിച്ചു തന്നപ്പോ ഞാൻ തലേ കൈവച്ചു. ഭഗവാനെ, ഈ മേഖലയിൽ ഞാൻ ഇനിയും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും എനിക്ക് ഉണ്ടാക്കുന്നതിന് പരിമിതി. അദ്ദേഹം പറഞ്ഞു, സാർ ഇവിടേക്ക് ഇരി, സാർ ഇപ്പൊ ഇതിൽ വലിയ റാങ്കൊന്നും ആയിട്ടില്ല. സാർ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഇപ്പൊ സാർ കൂടെ ടീമൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ നെറ്റ്വർക്ക് ആയിട്ട് റെഡിമെയ്ഡ് ബിസിനസിന്റെ നെറ്റ്വർക്ക് എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞു 100-ൽ കൂടുതൽ നെറ്റ്വർക്ക് ഉണ്ട്. നെറ്റ്വർക്ക് മീൻസ് കടകളാട്ടോ. അതേ കടകൾ നിങ്ങൾക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ?
ഇപ്പോ നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ 2 കൗണ്ടർ ഉണ്ട്, കണ്ണൂർ ജില്ലയിൽ 2 കൗണ്ടർ ഉണ്ട്, അങ്ങനെ പല ജില്ലയിലും കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ നിങ്ങൾ ബിസിനസ് വളർന്നു. അതേ നെറ്റ്വർക്കിനെ സാറിന് ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വൈ നോട്ട്, ചെയ്യാൻ പറ്റും. അങ്ങനെ അതിനു വേണ്ടിയുള്ള പ്ലാനിങ് അദ്ദേഹം പറഞ്ഞു തന്നപ്പോൾ അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ അദ്ദേഹം അതിനൊരു ക്ഷണം കൂടി വെച്ചു. നമ്മുടെ ഭ്രമരം എന്ന പരിപാടി നടക്കുന്നുണ്ട് അനീഷെ, നീ ആദ്യം വരേണ്ടത് നിന്റെ ഫാമിലി മൊത്തത്തിൽ കൊണ്ടുവരിക. ഭാര്യ വീട്ടുകാര്, സ്വന്തം വീട്ടുകാര്, സുഹൃത്തുക്കള്, അവരെല്ലാവരും നീ കൊണ്ടുപോവാ. അങ്ങനെ എല്ലാവരും കൂട്ടി വരുമ്പോൾ നേരം വൈകിപ്പോയി. ഭ്രമരത്തിൽ ഏറ്റവും ബാക്കിൽ ഇരുന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് പ്രോഗ്രാം ഒക്കെ കേട്ടത്. അങ്ങനെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി 8 മണിയാകുമ്പോൾ ഞാൻ തീരുമാനം എടുക്കാൻ വേണ്ടി എല്ലാവരും ആ ബാക്കിൽ തന്നെ ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞു. ഇനി മുതൽ ഞാൻ റെഡിമെയ്ഡ് ബിസിനസ് ഒഴിവാക്കാൻ പോവാണ്, ഈ ബിസിനസ് ഫുൾ ടൈം ആയി ചെയ്യാൻ പോവാണ്. അപ്പൊ വീട്ടുകാരൊക്കെ പറഞ്ഞ വാക്ക് നീ ചെയ്തോ, കുഴപ്പമില്ല, ഇത് കേട്ടിട്ടൊക്കെ നല്ല രസമുണ്ട്, മുകളിൽ കാറൊക്കെ, സ്റ്റേജിന്റെ മുകളിൽ കാറ് കയറുന്നുണ്ട്, കുറെ ആൾക്കാർക്ക് അത് കിട്ടിയിട്ടുണ്ട് ഇത് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇത് ചെയ്തോ, നിന്റെ റെഡിമെയ്ഡ് ബിസിനസ് ഒഴിവാക്കണ്ട. അപ്പൊ ഞാന് റെഡിമെയ്ഡ് ബിസിനസ് എന്ന് പറഞ്ഞ ഷോ ഓഫ് ബിസിനസ് ആണ്. നമുക്ക് എത്ര കയ്യിലുണ്ട് എന്നല്ല, നമ്മൾ എങ്ങനെ ഷോ ചെയ്യുന്നു അവിടെയാണ് നമ്മുടെ ബിസിനസ് വളരുന്നത്. ഇപ്പൊ ജ്വല്ലറിക്കാരൻ കുത്തുവാള എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കയ്യിലും കാലൊക്കെ 2 ബ്രേസ്ലെറ്റ് ഇട്ട് കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർക്ക് മനസ്സിലാവും ഇവന്റെ കയ്യിൽ പൈസ ഉണ്ട്. അതേമാതിരി നമ്മൾ ഷോ ചെയ്ത് ബിസിനസ് ചെയ്യായിരുന്നു. അങ്ങനെ എന്തായാലും ഈ ബിസിനസ് ഏപ്രിൽ മാസത്തോടുകൂടി ഫുൾ ടൈം ആയി ചെയ്തു. അതിന്റെ ഭാഗമായി ചെറിയ രീതിയിൽ ബിസിനസ് വളരുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഓരോരോ റാങ്കുകളിലേക്കും 2019 നമ്മളെ ഗ്രേറ്റ് ലീഡർ ശൈലേഷ് സാറ് MA ഉത്സവം സീസൺ 1 എന്ന് ആരംഭിച്ചപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ STC എന്ന റാങ്കിലേക്ക്, എന്റെ മെയിൻ ID STC എന്ന റാങ്കിലേക്ക് ഉയർത്തുവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് 2020 അദ്ദേഹം MA ഉത്സവം സീസൺ 2 ആരംഭിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ആ STC റാങ്ക് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 2020 മാർച്ച് മാസം മുതൽ കൊറോണ ലോകം മൊത്തം സ്തംഭിച്ച ടൈമാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി നല്ല രീതിയിൽ അറിയുന്നത് കൊണ്ട് പരമാവധി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കവചപ്രാശ്യമാണ് അന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം. പ്രതിരോധമാണ് ഏറ്റവും വലിയ കവചം എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. കാരണം മാത്രമല്ല, ഞാൻ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിന്റെ ഒരു RRT വളണ്ടിയറും കൂടിയാണ്. അപ്പൊ പല മേഖലയിൽ നമ്മൾ ഓടി നടക്കുന്ന ഒരാളും കൂടിയാണല്ലോ. പൊതുമേഖലയെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അങ്ങനെ കവചപ്രാശം പരമാവധി ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ കോഴിക്കോട് കവചപ്രാശം കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ കർണാടകയിൽ ഗോണിക്കുപ്പ എന്ന സ്ഥലത്ത് പോയിട്ട് വണ്ടി കണക്കിന് കവചപ്രാശം കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ 2020 കഴിഞ്ഞപ്പോൾ ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ സ്വന്തം ID, അതായത് മെയിൻ ID RTC എന്ന ലാംഗ്വേജിലേക്ക് ഉയർത്തുവാൻ പറ്റി. അപ്പൊ ഹാർഡ് വർക്ക് പല സ്ഥലത്തും ചെയ്യാം. അത് ഏത് സ്ഥലത്താണ് ചെയ്യേണ്ടത്, നമ്മൾ ചില പാറ അടിച്ചു കഴിഞ്ഞാൽ പാറ പൊട്ടും. ആ അടിക്കേണ്ട നല്ല സ്ഥലമുണ്ട്, അത് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് പിളർക്കാൻ പറ്റും. അതേമാതിരി നമുക്ക് നല്ല കഴിവുണ്ടോ, കഴിവുകേടുണ്ടോ, കഴിവില്ലായ്മ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണ്ട. നമ്മൾ ചെയ്യേണ്ടത് റിക്രൂട്ടിംഗ് മെന്റാണ്. റിക്രൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ആരൊക്കെ വരും, ഈ ആൾക്കാർ നമ്മൾ അവസാനം വരെ ഉണ്ടാവുമോ നമുക്ക് ഉറപ്പില്ല, ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. പക്ഷെ അവർക്ക് കൊടുക്കേണ്ട വളങ്ങളും വിത്തുകളും കൃത്യമായി നമ്മൾ ചെയ്തു കൊടുക്കുക. കാരണം ഈ ബിസിനസ്സിൽ യാതൊരുവിധ മുതൽ മുടക്കും ഇല്ലാത്തത് കൊണ്ട് പല ആളുകളും ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്യണമെന്ന് ഒരു ഉറപ്പില്ല. കാരണം ഞാൻ ഈ ബിസിനസ് ആയി സീരിയസ് ആയി ചെയ്യാൻ കാരണം കണക്കുകൾ വെച്ച് അനീസർ സംസാരിച്ചപ്പോൾ ഞാൻ എന്റെ നിലവിൽ ചെയ്യുന്ന മേഖല എത്ര കാലം ചെയ്തു കഴിഞ്ഞാൽ എവിടെ എത്തും എനിക്ക് വ്യക്തമായി എൻഡ് കാണിച്ചു തന്നു. ഒരു സിനിമ നമ്മൾ എന്ത് ചെയ്യാണ്, നല്ലതാണോ ചീത്തതാ എന്ന് വിലയിരുത്തുന്ന ആ സിനിമയുടെ ക്ലൈമാക്സ് ആണ്. അപ്പൊ ആ ക്ലൈമാക്സിലാണ് ആ സിനിമയുടെ യഥാർത്ഥ ട്രെൻഡ് കിടക്കുന്നത്. അതേമാതിരി ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പരമാവധി ആളുകൾക്ക് നിങ്ങൾ അവസരം കേൾപ്പിക്കുക. ആളുകൾ എന്തും പറഞ്ഞോട്ടെ, അവനത് പേസ്റ്റും സോപ്പും കൊണ്ടുനടന്ന് വെക്കുന്ന, അവനത് ആളെ പിടിക്കാൻ പോകുന്ന, അവൻ എന്തോ തട്ടിപ്പ് പരിപാടിയിൽ നടക്കാൻ പോകുന്ന. കാരണം ഇപ്പൊ ഗവൺമെന്റ് ലെവലിൽ നമുക്ക് കുറച്ച് അനുഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കാരണം കുറച്ചും കൂടി നമ്മൾ ഗവൺമെന്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടെറസിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടും. അതേമാതിരി ട്രേഡ് യൂണിയനും നമുക്കറിയാം. ഇപ്പോ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ ചെറിയ ചെറിയ ലോക്കൽ പാർട്ടികളായിക്കോട്ടെ, കുടുംബ സംഗമങ്ങളായിക്കോട്ടെ, ഇവിടെയൊക്കെ വിലപിടിപ്പുള്ള വോട്ടുകളാണുള്ളത്. അപ്പൊ നമ്മൾ എല്ലാവരും സംരക്ഷിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ ട്രേഡ് യൂണിയൻ എന്ന ലെവലില് നമുക്ക് എന്ത് വേണം ചെയ്യാം. ട്രേഡ് യൂണിയനിൽ ഇപ്പൊ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ക്ഷേമനിധി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും ഈ ഒരു മേഖലേന്റെ മുഖ്യധാര നിലനിൽപ്പ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ വർക്ക് ചെയ്യണ്ടോ, സ്റ്റിക്ക് ഓൺ ചെയ്യണ്ടോ എന്ന് എന്റെ ചോദ്യം. കാരണം നമ്മൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു ഡ്രീം വേണം. ഡ്രീം ഇല്ലാത്ത ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ലക്ഷ്യമില്ലാത്ത സ്ഥലത്ത്, അതപ്പോ ഫുട്ബോൾ എന്ന ഏറ്റവും നല്ലൊരു കളിയാണ്. പക്ഷെ ഫുട്ബോളിന് 2 പോസ്റ്റ് ഇല്ലാത്ത ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണെങ്കിൽ എന്താണ് അവിടുത്തെ അവസ്ഥ? നമ്മൾ എവിടേക്ക് വെച്ചിട്ട് ഗോൾ അടിക്കുക? എവിടേക്ക് അടിക്കാൻ കഴിയില്ല. അതേമാതിരി നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ? ലക്ഷ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മകളെ കല്യാണം നടത്തണം, എൻ്റെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, എൻ്റെ വീട് പണി ഫുള്ള് തീർക്കണം, എനിക്കൊരു കാറ് വാങ്ങണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ പല ആളുകൾക്കും ഉണ്ടാവും. അപ്പൊ ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആഗ്രഹങ്ങളാണ്. പക്ഷെ അതൊക്കെ ലോങ് ടൈം ആഗ്രഹങ്ങളാണ്. അതൊക്കെ നാളെ തന്നെ ഈ ബിസിനസ്സിൽ നാളെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ചെറിയ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, ഐപാഡ്, അതേമാതിരി മറ്റേ ടാബ്, പിന്നെ നമുക്കൊരു ബാഗ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും. ഒക്കെ നമ്മൾ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ ചിലപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ റീറ്റെയിൽ ചെയ്തിട്ടോ ചെറിയ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടോ ആഴ്ച വരുമാനം വർദ്ധിപ്പിച്ചു കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരോ സ്വപ്നങ്ങളും പൂവണിയിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഓരോ ആളുകൾ ഒരു കൃത്യമായ ഒരു ടാർഗറ്റ് വെക്കുക. ഇപ്പൊ ഈ മന്ത്ലി കട്ട് ഓഫ് ഇന്ന് അവസാനിക്കുകയാണ്. ഈ 149 എന്ന മാസമാണ്. കമ്പനിയുടെ 596 ആഴ്ച ഇന്ന് അവസാനിക്കാൻ പോവാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു മാസം എന്റെ പെർഫോമൻസ് എന്തായിരുന്നു സ്വയം വിലയിരുത്തുക. ഇപ്പൊ ലീഡർമാർക്ക് വേണ്ടി പല ആൾക്കാരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. തുടക്കകാലത്ത് ഞാൻ ചെയ്തത് ലീഡർമാർക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അത് എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല, 100% ഉറപ്പാ. പക്ഷെ ബെല്ലി സാർ അന്ന് സെയിലിംഗ് അടിക്കാൻ വേണ്ടിയിട്ട് ബെല്ലി സാർ പറഞ്ഞു, എടാ നിന്റെ ഭാഗത്ത് നിന്ന് എത്ര സെയിൽസ് കൊണ്ടുതരുന്നു. ഞാൻ വെറുതെ ഒരു തള്ളൽ കൊടുത്തു, സാറേ ഒരു 50,000 ഞാൻ തരാറുണ്ട്. 50 ഓക്കെ ആണല്ലോ, കാരണം 23 ലക്ഷത്തിന്റെ കച്ചവടമാണ് നമുക്ക് എന്ത് വേണ്ടത്, സീലിംഗ് അടിക്കാൻ വേണ്ടത്. അപ്പൊ അനീഷ് 50,000 എഴുതി വെച്ചതിന്. അപ്പൊ അദ്ദേഹം ലാസ്റ്റ് കാണിച്ചിട്ടാ, അത് കൃത്യമായി നടക്കാണ്, ഞാൻ സീലിംഗ് അടിക്കും. 2014 അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടോ. ഒരു ടീം ഇല്ലാത്ത ഞാൻ തള്ളലിന് ഭയങ്കര ബെസ്റ്റേന്. പിന്നെ അദ്ദേഹത്തിന് 50,000 കൊടുക്കുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, അന്നേരമാണ് ഞാൻ ഓടാൻ തുടങ്ങി. അപ്പൊ പല ആളുകൾക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും വിജയിക്കണോ, സ്വന്തമായിട്ട് രക്ഷപ്പെടുമോ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് വേണം ചെയ്യും. സിമ്പിളായിട്ട് പറയണ, ഇൻഷുറൻസ് മേഖല നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എനിക്കൊന്നും വേണ്ട, ഞാൻ എങ്ങനെയും കടന്നോളാം. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കൊക്കെ എന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചാലോ, ഡോക്ടറെ ഈ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം, എത്ര വലിയ ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, സ്വന്തം വരെ വിറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ജീവൻ നിലനിർത്തണം എന്ന് നമ്മൾ പറയും. കാരണം മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ നമ്മൾ മലയാളികൾ തയ്യാറാണ്. നമുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യും. അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ കൂടെ നിൽക്കുന്ന സഹയാത്രികളായ കുറെ ആളുകളുണ്ട്, ഇവർക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ചെറിയ ചെറിയ ഡ്രീം സെറ്റ് ചെയ്യുക. ഈ ഡ്രീം പല ആളുകളോടും പറയാം. ഇപ്പൊ നമ്മൾ പറയേണ്ട വലിയ ഡ്രീം എന്താ? തായ്ലാന്റിൽ ഞാൻ പോകും. കാരണം തായ്ലാന്റിലേക്ക് പോകാൻ ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ ടാർഗറ്റ് വരുന്നത് 3,75,000 BV ആണ്. അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 5 ലക്ഷം രൂപയുടെ കച്ചവടം ബ്രാഞ്ച് 1ഉം ബ്രാഞ്ച് 2ഉം. കമ്പനി തന്നത് 4 മാസമായിരുന്നു. അതിലൊരു മാസം ഇന്ന് അവസാനിക്കാൻ പോവാണ്. ഇനി നമ്മുടെ കയ്യിൽ 3 മാസമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരോടും എനിക്കുള്ള റിക്വസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തായ്ലൻഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പാസ്പോർട്ട് എടുക്കണം. രണ്ടാമത് ചെയ്യേണ്ടത്, നിങ്ങൾ സ്വന്തം ഐഡിയിലെ തായ്ലൻഡിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ പല ആളുകളും ചിലപ്പോ ഭാര്യമാരുടെ ഐഡിയിൽ അല്ലെങ്കിൽ മക്കളെ ഐഡിയിലൊക്കെ ചിലപ്പോൾ സാറേ ഞാൻ മക്കളെ ഐഡിയിൽ തായ്ലൻഡ് ടൂർ വിൻ ചെയ്തോളാം, കാരണം എന്റെ റാങ്ക് പ്രകാരം വലിയ ടാർഗറ്റാ കമ്പനി തന്നത്. അപ്പൊ എനിക്കിപ്പോ സിമ്പിളായിട്ട് ഇപ്പൊ തായ്ലൻഡ് ടൂർ വിൻ ചെയ്യണമെങ്കിൽ എന്റെ മക്കളെ പേരിലേക്ക് വിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് പോകാൻ പറ്റും. നിങ്ങൾ ഏത് ഐഡിയിലാണോ ടൂർ വിൻ ചെയ്യാൻ ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഐഡിയിൽ മിനിമം പർച്ചേസ് ചെയ്തിട്ടൊന്ന് ഉറപ്പുവരുത്തുക. ഇന്നും കൂടി നിങ്ങൾക്ക് സമയമുണ്ട്. ടൂർ പോകാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഐഡിയിലാണ് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. സ്വന്തം ഐഡിയിലാണെങ്കിൽ നമ്മൾ ആ മിനിമം പർച്ചേസ് പെട്ടെന്ന് ചെയ്യുക. കാരണം സ്റ്റാർ ആൻഡ് അബോ ലീഡേഴ്സ് ആണ് മിനിമം പർച്ചേസ് ചെയ്യേണ്ടതെന്ന് കമ്പനി പറയുന്നത്, കാരണം ഇൻകം കിട്ടാൻ വേണ്ടി. പക്ഷെ തായ്ലൻഡ് ടൂർ പോകണമെങ്കിൽ നിങ്ങൾ എല്ലാ മാസവും ഈ വരുന്ന 4 മാസവും നിങ്ങൾ പോകുന്ന ഐഡിയിൽ, അച്ചീവ് ആവാൻ പോകുന്ന ഐഡിയയിൽ മിനിമം പർച്ചേസ് ചെയ്തിട്ടെന്ന് ഉറപ്പുവരുത്തുക. ആദ്യത്തെ പണി അതാണ്. രണ്ടാമത്തെ പണി, ഈ ഒരു മാസം നമ്മൾ കുറെ ഉഴപ്പിപ്പോയി. നമ്മൾ എല്ലാവരും അങ്ങനെ ഉഴപ്പുന്ന ശീലമുള്ള ആൾക്കാരാ. കാരണം നമുക്കറിയാം പഠിക്കുന്ന കാലത്ത് തന്നെ മാർച്ച് മാസമാണ് പരീക്ഷ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ജൂൺ മാസം മുതൽ കുറേശ്ശെ കുറേശ്ശെ പഠിച്ചു കഴിഞ്ഞാൽ മാർച്ചിലേക്ക് കുറച്ചേ പഠിക്കാനുണ്ടാവുള്ളൂ. നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ല. മാർച്ചിന് നമ്മൾ സ്റ്റഡി ലീവ് കിട്ടുമ്പോഴാണ് ഇതൊക്കെ മറച്ചു നോക്കുക.
അങ്ങനെ പഠിച്ച് ജീവിച്ച ആളുകളായതുകൊണ്ട് നമുക്കും അവസാനത്തെ മാസമാവും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചൂട് കൂടുക, അച്ചീവ് ചെയ്യാനുള്ള ആ ത്വര കൂടുക, ആവണം, ചെയ്യണം, രക്ഷപ്പെടണം എന്ന് കരുതി. അപ്പൊ അത് ഇപ്പോഴേ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പതുക്കെ പതുക്കെ ആമയും മുയലും മത്സരം വെച്ച മാതിരി നമുക്കൊരു ആമയായി മാറിയാലും വിജയിക്കാൻ പറ്റും എന്നാണ് ആ കഥയിൽ പറയുന്നത്. അപ്പോ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ മിനിമം പർച്ചേസ് ചെയ്തുകൊണ്ട് നാളെ മുതൽ പുതിയ ലിസ്റ്റ് ഇടാം. ഒരു 50 പേരടങ്ങുന്ന ലിസ്റ്റ്. 100 പേരൊക്കെയാണ് നമ്മൾ പറയാറ്, 200 പേരാണ് പറയാറുള്ളെങ്കിലും നമുക്ക് ഇപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ച് കുറെ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തണമല്ലോ. ടെക്നോളജി വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇടുമ്പോൾ കുറെ ആൾക്കാരെ കിട്ടും. നമ്മള് സ്വന്തമായിട്ട് ബിസിനസ് പറയുമ്പോൾ കുറെ ആൾക്കാർ കേട്ട് നിൽക്കുന്ന ആൾക്കാർ എന്താ പരിപാടി എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ കുറെ ആൾക്കാരെ കിട്ടും. ഒരു 50 പേരടങ്ങുന്ന കാമ്പുള്ള പൊട്ടൻഷ്യലായ, ഇപ്പൊ നമ്മളൊരു മരം നല്ലതാണെന്ന് എങ്ങനെയാ വിലയിരുത്താം? ആ മരത്തിന്റെ കാതിൽ നോക്കിയിട്ടാണ്. ആ മരത്തിൽ കുറെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളയൊക്കെ ചെത്തി കളയും. കാരണം വെള്ളം കുറച്ച് കഴിഞ്ഞാൽ ചെതിലടിച്ച് പോവും, കുത്തു വീണ് പോവും. അതേമാതിരി നമ്മൾ കാമ്പുള്ള കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യുക. നമുക്ക് കുറച്ച് ക്വാളിറ്റി ഒക്കെ വന്നിട്ടുണ്ടാവല്ലോ ഒരു ബിസിനസ്സിൽ, 1 മാസം 2 മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവൻ കുഴപ്പമില്ല, ഇവൻ ഇതിലേക്ക് യോജിച്ചവനാണ്, ഇവനോട് പറയാം. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ 50 പേരുടെ ലിസ്റ്റ് ഇടുക. ഈ 50 പേരും കാണും എന്ന് ഉറപ്പുവരുത്താം. ഈ 50 പേരുടെയും വീട്ടിൽ പോയിട്ടോ അവരെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചിട്ടോ ഞാൻ എന്തായാലും ഈ അവസരത്തെ കുറിച്ച് അവരോട് പറഞ്ഞിരിക്കുന്നു നമ്മൾ ആദ്യം ശബ്ദം വെക്കുക. വീണ്ടും മനസ്സിനോട് നമ്മൾ പറയാ, ഞാൻ തായ്ലൻഡിൽ പോകും. ഡെയിലി 21 തവണ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് ഈ സാധനമാണ് കയറി ചെല്ലും. കയറി ചെന്ന് കഴിഞ്ഞാൽ ആയിരിക്കും കഴിഞ്ഞ കട്ട് ഓഫിൽ ഇപ്പം എന്റെ മെയിൻ ID നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്തി. എന്റെ സെക്കൻഡ് ID, ഞാൻ വേറെ ഐഡിയും കൂടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ആ ID STC എന്ന റാങ്കിലേക്ക് എത്തിച്ചു. അപ്പൊ ഇവിടെയൊക്കെ ഒരു കൃത്യമായ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ എത്തുന്നതിലേക്ക്, ഇപ്പൊ നമ്മളെ MA ഉത്സവത്തിന് ഏറ്റവും കൂടുതൽ റെക്കഗ്നേഷൻ കിട്ടുന്നത് എന്തിനാണ്? ഇപ്പൊ ഓൾറെഡി നാവിഗേറ്റർ എന്ന പ്രോഗ്രാം കഴിഞ്ഞ 24-ാം തീയതി കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് 2025 ഫെബ്രുവരി 22-ാം തീയതി നടക്കാൻ പോകുന്ന MA ഉത്സവം സീസൺ 5 എന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിലേക്ക് ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ ആയ ആൾക്ക് അവിടെ കയറാൻ പറ്റില്ല. ബ്രോൺസിന് കയറാൻ പറ്റില്ല, സിൽവറിന് കയറാൻ പറ്റില്ല, സ്റ്റാർ മുതലുള്ള ആളുകൾക്കാണ് അവിടെ കയറാൻ പറ്റുക. അപ്പൊ എന്നെ ശ്രവിക്കുന്ന എത്ര ആളുകൾ സ്റ്റാർ ആയ ആളുകളുണ്ട്, നിങ്ങളെ സീറ്റ് അവിടെ ഉറപ്പുവരുത്തി. നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് പടി എന്താ? അവിടെ പങ്കെടുക്കുവാൻ വേണ്ട 600 രൂപ ഫീ ടിക്കറ്റ് അവിടെ നിങ്ങളെ ഏൽപ്പിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ MA ഉത്സവത്തിന് 600 രൂപയോ ചെലവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ MA ഉത്സവം 2025 ഫെബ്രുവരി 22 രാവിലെ 10 മണി മുതൽ അവിടെ എത്താം. ഭക്ഷണം നിങ്ങൾക്ക് അവിടെ ഉണ്ട്. 1 മണി മുതൽ നിങ്ങൾക്ക് ഹോളിൽ കയറാം. അവിടെ നിങ്ങൾക്ക് ഒരാളെ അച്ചീവറായിട്ട് കൊണ്ടുവരണോ, ആയുഷ് 50 എടുത്ത ആൾക്കാർക്കും ആയുഷ് 30 or 35 എടുത്ത ആൾക്കാർക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കഗ്നേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോഗ്രാമില് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേജിൽ കയറ്റാൻ പറ്റും. കാണികളായിട്ട് ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. ഇപ്പൊ ഏത് മത്സരത്തിന്റെ ആയിക്കോട്ടെ, അവിടെ ഗാലറിയിൽ ഇരുന്ന് കളികൾ കാണാനും ആഹ്ലാദിക്കാനും കൈയടിക്കാനൊക്കെ പറ്റും. പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരുന്ന് സംസാരിക്കാനും കളിക്കാനും നമുക്ക് കഴിവ് തരുന്ന ഒരു മേഖലയാണ് ഡിയർ ഫ്രണ്ട്സ് ഇത്. കാരണം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ എന്റെ വീട്ടിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. പഠിക്കുന്ന കാലത്ത് ഇന്നേ വരെ ഒരു ട്രോഫി പോലും ഞാൻ വാങ്ങാത്ത ഒരാളാണ്. ഒരു ട്രോഫി പോലും വാങ്ങാൻ മത്സരിച്ചിട്ട് വേണ്ടേ, മത്സരിക്കാൻ പോല മുങ്ങും. പക്ഷെ ഈ ഒരു മേഖലയിലേക്ക് എത്തിയതിനു ശേഷം എന്റെ ഷോക്കേസ് ഫുള്ളാണ്. എനിക്ക് ഒരുപാട് മൊമെന്റോസ് അതുപോലെ കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഓരോ ആളുകളുടെ ആഗ്രഹം. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ അംഗീകാരങ്ങൾ കിട്ടുന്നത് എവിടെയാണ്? ആ മേഖലയിൽ നമ്മൾ 100-ൽ 110% എഫേർട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇടുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, MA ഉത്സവത്തിലേക്ക് നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്തുണ്ട്, ഡിസംബർ ഇന്നിപ്പോ 13 ജനുവരി 13, ഫെബ്രുവരി 13, 3 മാസം ചില്ലറയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ 3 മാസം കൊണ്ട് എനിക്ക് ഇന്ന റാങ്കിലേക്ക് എത്താൻ പറ്റും. ഞാൻ എപ്പോഴും പറഞ്ഞ വലിയൊരു വാചകമാണ്, റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ഹാളിൽ കയറിയിരുന്ന് സംസാരിക്കുമ്പോൾ മാത്രമുള്ള സാധനമാണ്. അച്ചീവ്മെന്റും അതേപോലെ ഇൻകമാണ് നമ്മളെ മോട്ടിവേഷൻ. അനീസ് സാർ എപ്പോഴും പറഞ്ഞ വാക്കാണ്, ഞാൻ ഡയമണ്ട് റാങ്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ പറയും. ഇവിടുന്ന് കോട്ടയച്ച് പുറത്തേക്ക് ഇറങ്ങിയാല് ആലപ്പുഴ അനീഷ് ബാബു എന്ന വ്യക്തി ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം അവിടെ നമ്മൾ ആരാണെന്നല്ല, നമുക്ക് എന്ത് കിട്ടുന്നുണ്ടെന്ന് അവിടെ പ്രാധാന്യം.
അപ്പോൾ എന്നെ ശ്രമിക്കുന്ന ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ടത്, റാങ്ക് നിങ്ങൾക്ക് കിട്ടും. എല്ലാ ആഴ്ചയും വരുമാനം മുടങ്ങാതെ കിട്ടുന്നുണ്ടോ, അതാണ് നിങ്ങൾ എല്ലാവരും ഉറപ്പുവരുത്തുന്നത്. കാരണം നമ്മുടെ ഡാഷ്ബോർഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ടുഡേ സെയിൽസ്, യെസ്റ്റർഡേ സെയിൽസ്, ദിസ് മന്ത് സെയിൽസ് എന്തൊക്കെ ഉണ്ട്, ആ എല്ലാ ആളുകൾക്കും അവിടെ കവറിങ് ആണോ, രണ്ട് ബ്രാഞ്ചിലും സെയിൽസ് വരുന്നുണ്ടോ എന്നാ സംഭവമാണ്. നിങ്ങൾ അവിടെ 0 ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നേരെ ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ സാറെ വിളിക്കുക. ലീഡർമാർ ആരൊക്കെയാണോ അവരെ വിളിക്കുക. സാറേ, രാവിലെ ഒരു അനീഷ് എന്ന വ്യക്തി മോർണിംഗ് മീറ്റിംഗ് സംസാരിച്ചിരുന്നു. അപ്പൊ ഞാൻ എന്റെ ജീനിയോളജിയിൽ ഡാഷ്ബോർഡ് നോക്കിയപ്പോ എന്റെ 2 ബ്രാഞ്ചിൽ 0 എന്താ കാരണം സാറേ? അപ്പൊ ലീഡർ പറയും, സാറേ കഴിഞ്ഞ ദിവസങ്ങളിൽ സാർ ആർക്കെങ്കിലും പ്രോഗ്രാം കൊടുത്തിരുന്നോ? കഴിഞ്ഞ ദിവസങ്ങളിൽ സാർ ആരെങ്കിലും കണ്ടിരുന്നോ? കഴിഞ്ഞ ദിവസം സാറിന് റീറ്റെയിൽ ചെയ്തിരുന്നോ? അതൊന്നും നടക്കാത്തത് കൊണ്ടാണ് സാർ അവിടെ 0 കാണിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഇന്ന് ശരിയാക്കാം. നമ്മൾ ലീഡർമാരെ ഏറ്റവും വലിയ ഗുണം അതാണ്. ഒരാളെ തരം താഴ്ത്തി സംസാരിക്കാനോ ഒരാളെ പ്രകോപിപ്പിക്കാനോ ലീഡർമാർക്ക് പറ്റില്ല. കാരണം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് രാഷ്ട്രീയത്തിലെ പല നേതാക്കളുടെയും കഴിവാട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. രാഷ്ട്രീയ പാർട്ടിയിൽ പല നേതാക്കൾ നിങ്ങൾ ചീത്ത പറഞ്ഞോളി, അവരൊക്കെ ചിരിച്ചുകൊണ്ട് കേൾക്കും. ബാക്ക് കൂടെ പണി തരുമെങ്കിലും മുന്നിൽ കൂടെ ഒരു എന്തെങ്കിലും തരില്ല. അവരൊക്കെ കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഒക്കെ മനസ്സിലാക്കി ഒക്കെ സാറ് ശരിയാക്കി നടത്താക്കും. ഒന്നും ശരിയാക്കാൻ പോകില്ല, അത് നമുക്കറിയാം. അപ്പൊ അതേമാതിരി ലീഡർമാര് ഒന്നും ശരിയാക്കാൻ പോകുന്നില്ല, ഒക്കെ ശരിയായി തരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പ്രോഗ്രാമിലേക്ക് പരമാവധി ആൾക്കാരെ കയറ്റാം. ഇപ്പൊ GTS സെന്റർ ആണ് നമുക്കുള്ള നിലവിലുള്ള ഏറ്റവും നല്ല ട്രെയിനിങ് സെന്റർ. കോഴിക്കോട് ജില്ലയിലായിക്കോട്ടെ, മലപ്പുറം ജില്ലയിലായിക്കോട്ടെ, കണ്ണൂർ ജില്ലയിലായിക്കോട്ടെ, തൃശ്ശൂർ ജില്ലയിലായിക്കോട്ടെ, എറണാകുളം ജില്ലയിലായിക്കോട്ടെ, എല്ലായിടത്തും നല്ല ശക്തമായ, പാലക്കാട് ജില്ലയിലും ആയിക്കോട്ടെ, ശക്തമായ GTS ഉണ്ട്. ഇവിടേക്ക് നമ്മൾ ആളുകളെ കയറ്റാൻ വേണ്ടി പണിയെടുക്കുക. ഇപ്പൊ നാളെ മലപ്പുറം GTS നടക്കുന്ന ദിവസമാണ്. അപ്പൊ പരമാവധി മലപ്പുറത്തേക്ക് എന്ത് ചെയ്യുക. ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല എന്താ പറയാ അച്ചീവ്മെന്റ് ഉള്ള, ഏറ്റവും നല്ല എന്താ പറയാ, അതിന് പറയാനുള്ള ഒരു വാക്ക് വരുന്നില്ല, നല്ലൊരു സെന്ററാണ് നമ്മുടെ മലപ്പുറം. നമ്മൾ അൽതാഫ് സാറും നിഷാന്ത് സാറാണ് അതിന്റെ ഓർഗനൈസർ. സക്സസ് ബറി ഗ്ലോബൽ ടീമിന്റെ ഈ 2 വ്യക്തികളാണ് നല്ല കമ്മിറ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്ന 2 ലീഡേഴ്സ് ആണ്. ക്വാളിറ്റി 1% പോലും നഷ്ടപ്പെടാതെ ആ GTS നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ആ വ്യക്തികൾ നടത്തുന്ന പ്രോഗ്രാം സെന്ററിൽ 2 ഗസ്റ്റിനെ കയറി കഴിഞ്ഞാൽ, അഥവാ 4 മണിക്ക് എത്തിക്കോട്ടെ, അവിടെ കയറി നിൽക്കാൻ പോലും സ്ഥലമില്ലെങ്കിലും ഒരു വ്യക്തി പോലും ഇറങ്ങിപ്പോകില്ല. കാരണം അവിടെ കേൾക്കുന്ന ഓരോ ആളുകളുടെ എക്സ്പീരിയൻസ് അത്രയും വലുതാണ്. അപ്പൊ നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇതേമാതിരി ചെയ്യുമ്പോൾ വളരാൻ പറ്റും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ 2021 എന്ത് ചെയ്തു, ഹോണ്ടയുടെ ഒരു അമേസ് കാർ വാങ്ങി. ഈ ബിസിനസ്സിൽ കൂടെ കിട്ടിയ വരുമാനം കൊണ്ടാണ് ഡിയർ ഫ്രണ്ട്സ് ആ വണ്ടിയുടെ ഫസ്റ്റ് IP ഞാൻ അടച്ചത്. ഒരുപോലെ കുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ള ഒരാളല്ല ഞാൻ. കാരണം ഫാദർ മരിച്ച് ചെറിയൊരു വീടാണ്, ആ വീട്ടിൽ നിന്ന് കൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. റെഡിമെയ്ഡ് ബിസിനസ് കൂടെ ഉണ്ടാക്കിയ കടബാധ്യത ഒരു ഭാഗത്തു കൂടെ ഞാൻ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 10-30 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു. അത് പലിശക്കാരെ ആദ്യം ഒഴിവാക്കി, പിന്നെ കുറെ ലോണുകൾ എന്താക്കി ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ എന്ത് ചെയ്തു, ബാങ്ക് ലോൺ ആക്കി മാറ്റി. ഇപ്പൊ രാമനാട്ട അറിയുന്ന ആൾക്കാരുണ്ടാവും വിചാരിക്കുന്നു. എല്ലാ ബാങ്കിന്റെയും മെയിൻ ആളുകളിൽ ഒരാളാണ് ഞാൻ. കാരണം എല്ലാ ബാങ്കിലും കയറി ഇറങ്ങും, എല്ലാവരോടും ഞാൻ ലോൺ ചോദിക്കും. അങ്ങനെ എന്ത് ചെയ്തു, നിലവിൽ കൊടുക്കുവാനുള്ള, വ്യക്തികൾക്ക് കൊടുക്കുവാനുള്ള പൈസയൊക്കെ ഞാൻ ബാങ്ക് ലോൺ ആക്കി മാറ്റി. ഇപ്പൊ അടവുകളിൽ കൂടെയാണ് ഈ കാലയളവിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ കുറച്ച് പൈസ മാറ്റി വെച്ചു, ഒരു കാറ് വാങ്ങി. ആ കാറിന് 10 ലക്ഷം രൂപയോളം വാല്യൂ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഏകദേശം 6 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്തു, ലോൺ ഇട്ടിട്ടുള്ളൂ. ബാക്കി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അറേഞ്ച് ആക്കി വിട്ടു. അപ്പൊ അങ്ങനെ ചെയ്യുവാനുള്ള ധൈര്യം എനിക്ക് തന്നത് എന്തുകൊണ്ടാണ്, ഈ ബിസിനസ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ്. പല ആളുകൾക്ക് റിസ്ക് എടുക്കാൻ പേടിയാണ്. ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ റിസ്ക് എടുക്കാതെ ആൾക്കാർക്ക് വിജയിക്കാൻ കഴിയില്ല. നമ്മളൊന്ന് റിസ്ക് എടുത്തു നോക്കാം. മാക്സിമം പോയാൽ മുകളിൽ ആകാശം, താഴെ ഭൂമി, അതിന്റെ അപ്പുറത്തേക്കൊന്നും പോകില്ലല്ലോ നമ്മള്. അപ്പൊ അങ്ങനെ ചെയ്യുവാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ചെയ്യേണ്ടത് പരമാവധി ആളുകൾക്ക് അവസരം കൊടുക്കുക. അങ്ങനെ കാർ കിട്ടിയതിനു ശേഷം നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു. കാർ കയറ്റുവാൻ സ്ഥലമില്ല, കാർ കയറ്റുവാൻ വീട്ടിലേക്ക് വഴി കയറില്ല, ഇടവഴി പോലെ സ്ഥലമാണ്. അങ്ങനെ റോട്ടുമ്പിലും പല ആളുകൾ വീട്ടുമുറ്റത്താണ് നിർത്തിയിട്ടിരുന്നത്. അങ്ങനെ 2023 കഴിഞ്ഞ വർഷം എനിക്ക് വീട്ടിലേക്ക് ഒരു വഴി കറക്റ്റ് വീതിയിൽ വാങ്ങാൻ പറ്റി. അങ്ങനെ ഇപ്പൊ കാറിന്റെ മുറ്റത്താണ്. ഇപ്പൊ 2023 തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റ്. വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് താമസം മാറിയിട്ട് 1990 ഞങ്ങൾ ഇവിടെ വീട് വെച്ചത്. അന്ന് മുതൽ വീട്ടിലേക്ക് വഴിയില്ല, ബൈക്ക് മാത്രമേ വരുള്ളൂ. പക്ഷെ ഈ ബിസിനസ്സിൽ വന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ജോലി, വീട്, വീട്, ജോലി,
അതിന്റെ അപ്പുറത്തേക്ക് ഒരു ബന്ധമില്ല. സുഹൃത്ത് വലയം എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളായിട്ടുള്ളൂ. പിന്നെ ആരായിട്ട് അത്ര കമ്പനി ഇല്ല. ഞാൻ എന്താ വെച്ചാല് എന്തോ എനിക്ക് എന്റെ ജീവിതം എന്ന് പറഞ്ഞാല് അധികം ആൾക്കാരോട് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് എന്റേതായ രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ നിങ്ങൾ പല സ്ഥലത്തും കാണുമ്പോൾ ഞാൻ അധികം ആൾക്കാരോട് മിണ്ടുന്നത് നിങ്ങൾ കാണുന്നു നോക്കിയാൽ മതി. അതിൽ നിന്ന് കുറെ മാറ്റം വന്നത് ഈ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ്. പല ആളുകളും പറയും സാർ നല്ല രീതിയിൽ സംസാരിക്കണ്ടല്ലോ, സാർക്ക് നല്ല രീതിയിൽ ബിസിനസ് കിട്ടുന്നു. എന്നാൽ തുടക്കത്തിൽ ഒരു അനീഷ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ആളുകളെ കണ്ട മാറി നിൽക്കുന്ന, ആളോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം ആളുകളോട് സംസാരിക്കാൻ പഠിച്ചു. ആളുകളോട് ആ വ്യക്തികളെ സന്തോഷിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ പഠിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കിക്കൊണ്ട്. കാരണം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്ത് ചെയ്യും, ഭൂമിയിൽ നിന്ന് ഇവിടെ പറയും. അപ്പൊ നമുക്ക് ആകെ നമ്മളെ മുതൽക്കൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങളാണ്. നല്ല നല്ല ബന്ധങ്ങൾ നമ്മൾ എവിടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നോ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ കാര്യങ്ങളും പ്രാർത്ഥിക്കും, ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ബിസിനസ് നിങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായി ചെയ്തു കഴിഞ്ഞാൽ പലരുടെയും പ്രാർത്ഥനയുടെ ഒരു ഭാഗമായി നമ്മൾ മാറും. അപ്പൊ നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് 100-110% വരെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വരുമാനത്തെ ടാർഗറ്റ് ചെയ്യേണ്ട. വരുമാനം നിങ്ങൾക്ക് വരും. സിഗരറ്റ് വാങ്ങിയാൽ മതി, തീപ്പെട്ടി താനേ പോയിക്കോളൂ. തീപ്പെട്ടി മാത്രം വിൽക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട. വരുമാനം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വേണ്ടത് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയിൽ ഈ ബിസിനസ്സിലേക്ക് എത്തിച്ചേരാനുണ്ട്. ഈ ബിസിനസ്സിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തി പോലും എന്തില്ല, കഴിവുകൊണ്ട് വന്ന വ്യക്തിയല്ല. ആരൊക്കെയോ മുൻകാല പുണ്യം കൊണ്ട് ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നതാ. അല്ലെങ്കിൽ ഞാനൊന്നും വരില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഈ ബിസിനസ് ചെയ്യില്ല 100% ഉറപ്പിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ നിന്ന് ഞാൻ ഈ ബിസിനസ്സിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ അച്ചീവ്മെന്റ് ആയി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പല ആളുകൾക്ക് ഈ ബിസിനസ് അവസരം കേൾപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ ഒരു മേഖലയിൽ വളരെ ശക്തമായി ബിസിനസ് ചെയ്തുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ കട്ട് ഓഫിൽ ബ്രാൻഡ് ന്യൂ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്തുവാനും അതുപോലെ കമ്പനിയുടെ അഡ്വൈസറി ബോർഡിലെ ഒരു അംഗമായി മാറുവാനും സാധിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാരണമുള്ളൂ, പരമാവധി ആളുകളിലേക്ക് നമ്മൾ ഈ അവസരം കേൾപ്പിക്കുക. ആളുകൾ ചെയ്യോ ചെയ്യാതിരിക്കുകയോ രണ്ടാമത്തെ കാര്യം. നമ്മളാണ് ഈ അവസരം കൊടുത്തത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നാളെ ഈ ബിസിനസ്സിലേക്ക് അവർ കയറുവാനുള്ള സാധ്യത 100-110% കൂടുതലാണ്. കാരണം മൈ ലൈഫ് വളരെ സീരിയസ് ആയി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. മൈ ലൈഫിൽ നിന്ന് വിട്ടുപോയ കുറെ ആൾക്കാരുണ്ട്. പല മണി ചെയിൻ കമ്പനിയിലും പോയിട്ട് ഈ എന്താ ചെയ്യാൻ പറ്റാതെ തിരിഞ്ഞു കളിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വരുമാനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കണ്ട. ഒരു 5 വർഷം ഈ മേഖലയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. ഒരു 5 വർഷം നിങ്ങൾ ഈ മേഖലയ്ക്ക് മാറ്റി വെച്ചിട്ട് ഒരു 5 വർഷം അതിനു വേണ്ടി പ്രവർത്തിക്കുക. എന്നിട്ട് നിങ്ങൾ ഒന്നും ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയും. അവിടെയാണ് നമ്മളെ ചോദ്യചിഹ്നം വരേണ്ടത്. അല്ലാതെ 1 മാസം 2 മാസം വരുമാനമില്ല, ഒരു കൊല്ലമായിട്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ്, അങ്ങനെ ആകുമ്പോൾ ഞാൻ വേറെ കമ്പനിയിൽ പോയി നോക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആ സബ്ജക്ട് എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്ത് വേറെ വിഷയം പഠിക്കാൻ പോവാണ്. അപ്പൊ ഈ ഒരു മേഖലയിൽ വിജയിക്കുക എന്നൊരു ദൃഢപ്രതിജ്ഞ നിങ്ങൾ ആദ്യം നിൽക്കുക. അതിനുവേണ്ടി അശാന്ത പരിശ്രമം നടത്തുക. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ കാണാവുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നിങ്ങൾക്കും വളരും ടീം. ഈ ടീമിനെ കൂട്ടിപ്പിടിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ വലിയ ഗ്രോത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുവാൻ പറ്റും. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളെ തായ്ലൻഡ് ടൂർ കോൺടെസ്റ്റ്. അതുപോലെ അതിന്റെ മുന്നിൽ ചെറിയൊരു ട്രിപ്പ് നമ്മളെ ബെല്ലിസാർ തന്നിട്ടുണ്ട്, ഗോവ, ചലോ ഗോവ കോൺടെസ്റ്റ്. അതായത് ഡിസ്ട്രിബ്യൂട്ടർ ബ്രോൺസ്, സിൽവർ, സ്റ്റാർ ഈ റാങ്കിലുള്ള ആളുകൾക്ക് 50,000 BV 2 ബ്രാഞ്ചിലും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തികൾ ഗോവ ടൂർ വിന്നായി. ഇനി റൂബി കോർഡിനേറ്റർ റാങ്കിൽ നിൽക്കുന്ന ഒരാൾക്ക് 75,000 BV 2 ബ്രാഞ്ചിലും മാച്ച് ചെയ്താൽ ആ വ്യക്തി ഗോവ കോൺടെസ്റ്റ് വിന്നായി. അങ്ങനത്തെ ഒരുപാട് വിന്നേഴ്സിനെ ഉണ്ടാക്കുവാൻ അവസാന ചാൻസ് ആണ് ഇന്ന്, അടുത്ത ചാൻസ് അടുത്ത വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഇന്ന് പരമാവധി ആ അച്ചീവേഴ്സിനെ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പരമാവധി ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾ ലീഡർമാരോട് സംസാരിക്കുക. നിങ്ങളെ സംശയങ്ങൾക്ക് 100% ദൂരീകരിക്കുക. നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി സാറോട് പറയാം, ലീഡർമാരോട് പറയാം, സാറേ ഈ ആഴ്ച എനിക്ക് 5,000 രൂപ വരുമാനം ആഗ്രഹിക്കുന്നു, അത്യാവശ്യമാണ്. ഒരു 5,000 രൂപ വരുമാനം കിട്ടണമെങ്കിൽ 65,000 രൂപയുടെ കച്ചവടം, 67,000 രൂപയുടെ കച്ചവടം നമ്മൾ ബ്രാഞ്ച് ബോർഡിലും ബ്രാഞ്ചിലും നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ആ വരുമാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, എത്തിച്ചേരും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ 50 പേരുടെ ലിസ്റ്റ് അടങ്ങിയ ആ ബുക്കിൽ നിന്ന് കുറച്ച് ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി തയ്യാറാവും. കേൾപ്പിച്ചാൽ മാത്രം പോരാ, ഫോളോ അപ്പും വേണം.
പല ആളുകൾക്കും പ്രൊഡക്റ്റ് അല്ല ബിസിനസ് കൊടുക്കുവാൻ വളരെ താല്പര്യമാണ്. പക്ഷെ രണ്ടാമത് ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ സാറേ വേണ്ട, ആള് പറയും വിളിക്കാന്നാ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് വിളിക്കില്ല. കാരണം ഈ ബിസിനസ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. മുട്ടുവിൻ മുട്ടുവിൻ തുറക്കപ്പെടും. ഇപ്പൊ തുറക്കുന്ന വെച്ചാൽ ഇപ്പോൾ കാത്തിരിക്കരുത്. നമ്മൾ പല ആളുകളുടെ അടുത്തേക്ക് പോവാ. പല ആളുകളും ചില സമയത്ത് എന്ത് ചെയ്യാണ്, അവസരം കേട്ടിട്ടുണ്ടാവും, പിന്നെ ആലോചിക്കാൻ അറിയും. പക്ഷെ ഒന്ന് അവൾ ഒച്ച വെച്ചിരുന്നെങ്കിൽ എന്ന് പണ്ട് സോമൻ പറഞ്ഞ മാതിരി ഒന്ന് അവരൊന്നും കൂടി നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബിസിനസ് ചെയ്തിരുന്നു. അതേമാതിരി പല ആൾക്കാരും നിൽക്കുന്നത്. കാരണം പല ആളുകൾക്കും മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ള മനുഷ്യന്മാരാണ്. പക്ഷെ ആ ഈഗോ ഏറ്റവും കൂടുതലുള്ളത് മലയാളീസിനാണെന്നാണ് കണക്ക് പറയുന്നത്. അതിനുകൊണ്ട് മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കരയാനും ചിരിക്കാനൊക്കെ ഭയങ്കര ലൈസൻസ് ഉള്ള ആൾക്കാരാണ്. ഒക്കെ നോക്കിയും കണ്ടേ ചെയ്യുള്ളൂ. പക്ഷെ തമിഴന്മാരായിക്കോട്ടെ മറ്റു സംസ്ഥാനക്കാരായിക്കോട്ടെ അങ്ങോട്ട് കരഞ്ഞൂടെ ചെയ്യുക. അതേമാതിരി എല്ലാവർക്കും നിങ്ങൾക്ക് ബിസിനസ് കൊടുക്കുവാനും എല്ലാ ആളുകളെയും ഫോളോ അപ്പ് ചെയ്യുവാനും ഈ ഒരു മാസം വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കുവാനും എന്റെ സംസാരം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിട്ട് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അനീസ.